അത് ഇന്ന് ചർച്ച ചെയ്യേണ്ട. ഇന്നത്തെ ടോപ്പിക് ഇതാണ്. അതിന്ന് ശ്രദ്ധ തിരിക്കാനോ അതിന്ന് ശ്രദ്ധ മാറ്റാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ കൃത്യമായി സന്ദേശത്തോട് പറഞ്ഞു. അല്ല, ഇതില് ഒരു പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞതിൽ പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. അപ്പോ എല്ലാവർക്കും നമസ്കാരം. But they are demanding resignation. But after the first reaction that Minister Dharmendra Pradhan came was attacking Rahul Gandhi. He has never apologized for what has happened. He has never spoken about what has happened. But the first reaction was attacking Rahul Gandhi rather than responding to the protest. Look, I cannot speak for the minister. I am not the minister. I am certainly not going to speak for the minister. I am not in the government. We are a political party. We are giving you our views on what the youth should do, what is good for the youth. We have an opinion, we are putting it forward. I have personally made it very clear from the very beginning that this is not an issue that anybody should brush aside. The NEET leak is an issue that is in. I am also a parent, by the way. I have 2 children, and my children are also upset about NEET examination result or any examination result, as anybody's children would be. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഗവൺമെന്റ് അതിനെ തള്ളിയിട്ടില്ല. ആ ഇഷ്യൂവിന് ഞങ്ങൾ അങ്ങനെ ഓക്കെ ഇത് ഓക്കെ നടന്നില്ല അതില്ലല്ലോ. പ്രൈം മിനിസ്റ്റർ അതിനെ കുറിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് ആക്ഷൻ എടുത്തിട്ടുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ട്, 14 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2024 ഇതിനു വേണ്ടി മാത്രം ഒരു ലെജിസ്ലേഷൻ കൊണ്ടുവന്ന ആരാ? ഈ പ്രധാനമന്ത്രിയല്ലേ, ഈ സർക്കാരല്ലേ. പക്ഷെ അത് ഫുൾ പ്രൂഫ് ആണോ? ഇല്ല. അത് ഫുൾ പ്രൂഫ് ആക്കണം. അതിന്റെ ചർച്ച നടക്കണം. അത് എവിടെ നടക്കണം? വയലൻസ് കൊണ്ടല്ല, ജന്തർ മന്ദറിലല്ല, മോബിലല്ല. അത് നടക്കേണ്ടത് പാർലമെന്റിലാണ്. കാരണം പാർലമെന്റ് ആണ് ആ ബില്ല് അമെൻഡ് ചെയ്യേണ്ടത്, ബില്ല് ശക്തമാക്കേണ്ടത്, ഇനി ശക്തമാക്കേണ്ടത്. അത് ഇന്ന് ചർച്ച ചെയ്യേണ്ട. ഇന്നത്തെ ടോപ്പിക് ഇതാണ്. അതിന്ന് ശ്രദ്ധ തിരിക്കാനോ അതിന്ന് ശ്രദ്ധ മാറ്റാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ കൃത്യമായി സന്ദേശത്തോട് പറഞ്ഞു. അല്ല, ഇതില് ഒരു പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞതിൽ പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. അപ്പോ എല്ലാവർക്കും നമസ്കാരം.